സ്മാർട്ട് അക്കാഡമിയുടെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരു ശുഭദിനം നേരാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ എക്സാമിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള മറ്റൊരു ചവിട്ടുപടി കയറാൻ നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് തേടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പല ദിവസങ്ങളിൽ, പല കാലങ്ങളായി, പല പരാജയങ്ങളായിട്ട് ജീവിതത്തിലെ പല മേഖലകളിൽ നമ്മൾ നിരന്തരമായി പരാജയങ്ങളൊക്കെ ഏറ്റുവന്നിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ഇപ്പോൾ പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികളെയും നിരന്തരമായിട്ടുള്ള ചോദ്യമാണ്, സാറേ എക്സാമാണ് വരുന്നത്, എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ് സാറേ, അറ്റൻഡ് ചെയ്യാൻ ഞാൻ വിജയിക്കുമോ, ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള നിരന്തരമായ ഡൗട്ടുകൾ, നിരന്തരമായ സംശയങ്ങൾ, ഇങ്ങനെയുള്ള ഡൗട്ടുകളുടെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു ഡൗട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടി, ചെറിയൊരു മറുപടി നൽകുക, അതുപോലെ തന്നെ അവരുടെ എക്സാമിനെ അഭിമുഖീകരിക്കാൻ ഏറ്റവും സുന്ദരമായിട്ട്, ഏറ്റവും എളുപ്പമായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട് എക്സാമിനെ എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ചെറിയ ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പരാജയ ഭീതി, എക്സാമിൻ്റെ എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ, എക്സാമിനെ നേരിടാനുള്ള പരാജയ ഭീതിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളോടും, നമ്മുടെ അധ്യാപകൻ ഇതുവരെ എല്ലാ ക്ലാസ്സുകളും എടുത്തുള്ള സാർ നമ്മുടെ കൂടെയുണ്ട്, പല അധ്യാപകന്മാർ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാനും, എല്ലാത്തിനും നിങ്ങളുടെ കൂടെ, എല്ലാ കാര്യങ്ങൾക്കും മുഴുവൻ സപ്പോർട്ട് തന്നുകൊണ്ട് നിരന്തരം നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും തന്നിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഈ പരാജയ ഭീതി എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ വേണ്ടത് പരാജയത്തെ നേരിടാനുള്ള ചങ്കൂറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. പരാജയത്തെ നേരിടാൻ എന്ന് നിങ്ങൾക്ക് ചങ്കൂറ്റം തുടങ്ങിയോ അന്ന് നിങ്ങൾ വിജയിച്ചു തുടങ്ങും എന്നുള്ളത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അവിടെ പരാജയത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ എവിടെയും വിജയം കണ്ടെത്താനോ അല്ലെങ്കിൽ മുന്നോട്ട് ഗമിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും വിജയം നേടാനോ ഒരിക്കലും സാധ്യമല്ല. പരാജയത്തെ എന്ന് നേരിടാൻ നിങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകാനും പരാജയത്തെ നേരിടാനുമുള്ള കരുത്ത് നിങ്ങൾക്ക് മനസ്സിനാർജിച്ചെടുത്തോ അന്ന് നിങ്ങൾക്ക് വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ജസ്റ്റ് ചെറിയൊരു കഥയിലൂടെ പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞു കുട്ടികൾ, ചെറിയ മക്കൾ ജീവിതത്തിൽ അവർ നടക്കാൻ പഠിക്കുന്നത്, പലപ്പോഴും ഞാൻ പല വിദ്യാർത്ഥികളോട് നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത്, അവർ ഒരു പക്ഷേ നടക്കാൻ വേണ്ടി ശ്രമിക്കും, വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും അവർ വീഴും. അവർ നടക്കുന്നതിനിടയിൽ വീഴുന്ന സമയത്ത് എന്നെ കൊണ്ട് ഏർപ്പാട് പറ്റൂല എന്ന് പറഞ്ഞ് നിർത്തി വെച്ചുകയായിരുന്നെങ്കിൽ അവർക്ക് ഇളം നടക്കാൻ പറ്റുമോ? ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നേരെ തിരിച്ച് അവർ വീണ്ടും ഒന്നിനെ കുറിച്ചും ആലോചിക്കുന്നില്ല. അവർ വീടെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ പഠിച്ചു. എന്തുകൊണ്ട് പഠിച്ചു? നിരന്തരമായിട്ടുള്ള അവരുടെ പരിശ്രമം. വീടിനടുത്ത് നിന്ന് നമ്മൾ എപ്പം എഴുന്നേൽക്കാനുള്ള ആ ചങ്കൂറ്റവും മനക്കരുതും കാണിക്കുന്നുവോ അന്ന് മുതൽ നമ്മൾ വിജയത്തിലേക്ക് നടന്നെടുക്കുകയാണ്. നടക്കാൻ ആ കുട്ടി പഠിച്ചത് നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ്. അപ്പോൾ നമ്മോട് കൂടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാനും നമുക്ക് നിരന്തരമായ പരിശ്രമങ്ങളും നമുക്കുണ്ടോ, നമുക്ക് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയും. ഒരു വിശ്വാസമാണ് വേണ്ടത്. ഐ ക്യാൻ, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അതാണ് പല ആളുകൾക്കും കുറവെന്ന് പറയുന്നത്. അതെ, സ്വയം വിശ്വാസമില്ല. എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് നടക്കുമോ, ഇത് ജീവിതത്തിൽ നേടാൻ പറ്റുമോ. മറ്റുള്ള ആളുകൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ്, അവർ ഭയങ്കര എല്ലാ സാഹചര്യങ്ങളും ഒത്ത ആളുകളാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ലക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. എല്ലാ സാഹചര്യങ്ങളും ഒത്തിട്ടുള്ള ഒരാൾ ലോകത്തില്ല. ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ജീവിതത്തിൽ പണമോ സാഹചര്യമോ സൗകര്യമോ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളും ഇല്ലാത്ത ആളുകളാണ് ജീവിതത്തിൽ വിജയത്തിന്റെ സോപാനത്തിലേക്ക് നടന്നെടുത്തതും വിജയത്തിന്റെ പടികൾ ചവിട്ടി കയറിയിട്ടുള്ളതും ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളും. അങ്ങനെയുള്ള ആളുകളാവണമെങ്കിൽ നമുക്ക് പ്രതിസന്ധികളിലൂടെ, നമ്മൾ മുള്ളിലൂടെ നടന്നുകൊണ്ട്, ജീവിതത്തിലൂടെ പ്രതിസന്ധികളിലൂടെ നടന്നുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് ഗമിക്കാൻ കഴിയും. നമ്മളായിട്ട് സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. സാഹചര്യങ്ങൾ നമ്മൾ തേടി വരില്ല, സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ എവിടെയാണോ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എവിടെ നല്ല സാഹചര്യങ്ങളുണ്ട്, ആ ഓപ്പർച്യൂണിറ്റീസിന് സാഹചര്യങ്ങൾ നമ്മൾ ചാടി പിടിക്കണം, തേടി പിടിക്കണം, അങ്ങോട്ട് ചെല്ലണം. നമ്മൾ തേടി ഇങ്ങോട്ട് വരില്ല. ആരും നീ എന്താണ് എന്നെ കൊണ്ട് കഴിയും എന്ന് പറയാനോ അല്ല എന്നെ കൊണ്ട് പറ്റും എന്ന് പറയാനോ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. നമുക്ക് നമ്മളെ ഉള്ളൂ ജീവിതത്തിൽ. നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മളെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്ത വരണം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഐ ക്യാൻ, എനിക്ക്
എനിക്കത് ചെയ്തേ പറ്റൂ, എനിക്ക് ജീവിതത്തിൽ നേടിയെടുത്തേ പറ്റൂ, എനിക്ക് വിജയിച്ചേ പറ്റൂ. ഈ വിജയമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഇനി മുന്നോട്ട് ഗമിക്കാൻ കഴിയൂ. ഞാൻ ഇതുപോലെ ജീവിച്ചത് കൊണ്ട് കാര്യമില്ല, മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ മുന്നോട്ട് ഗമിക്കണമെങ്കിൽ ഈ ഒരു വിജയം അതെനിക്ക് ആവശ്യമാണ്, എനിക്ക് സുനിശ്ചിതമാണ്. ഐ ക്യാൻ, ഇത് ഞാൻ നേടിയെടുത്തേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെ പോകാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ആ വിജയം നേടിയെടുക്കാനും അതിന് അവകാശമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ കിട്ടും, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് തേടി വരും, അല്ലെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ തെറ്റായ ധാരണയാണ്, മിഥ്യാധാരണയാണ്. അതൊക്കെ മാറ്റിയെടുത്തിട്ട് എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കുക. നമ്മളിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ് നമ്മളിൽ വിശ്വസിക്കുക? നമ്മളല്ലാതെ നമ്മളെ കൊണ്ട് ആദ്യം നമ്മളിൽ വിശ്വസിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമുക്ക് ഊർജം പകർന്നു കൊടുക്കാനും മറ്റുള്ളവർക്ക് നമുക്ക് വിശ്വസിക്കാനും കഴിയും. അതുകൊണ്ട് ഐ ക്യാൻ, എനിക്ക് നേടിയെടുത്തേ പറ്റൂ. ഞാനിത് നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് നടന്നെടുക്കും എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ച് മുന്നോട്ട് ഗമിക്കണം. അതിന് നമുക്ക് കഴിയണം. എക്സാമിൻ്റെ ടിപ്പുമായിട്ട് എക്സാം നമുക്ക് ഇനി എങ്ങനെ അറ്റൻഡ് ചെയ്യാം ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ ആനന്ദ് സർ കൂടെ ഉണ്ട്. സർ പ്ലീസ്. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ ഇല്ല എന്നുള്ളതാണ്. അതായത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അത് നമ്മൾ മെന്റലി സെറ്റ് ചെയ്താൽ പോരാ, നമ്മളത് എഴുതി തന്നെ തയ്യാറാക്കണം. അതായത് കറക്റ്റ് നമ്മുടെ ലൈഫിനൊരു സിസ്റ്റം ഉണ്ടാവണം. അതുപോലെ തന്നെ പഠന കാര്യത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാവണം. അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും അത് ഇന്നത് ടഫ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. എല്ലാ സബ്ജക്റ്റും നമ്മൾ കോമൺ ആയിട്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയാലും ഇന്ന സബ്ജക്റ്റ് ടഫാണ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ടഫായി തീരും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും, ടഫ് ആവും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ടൈം കണ്ടെത്തണം. അപ്പൊ ഇന്ന സബ്ജക്റ്റ് ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു തീരുമാനം, ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ പഠനത്തെ നോക്കിക്കാണണം എന്നുള്ളതാണ്. അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല ലേണിംഗ് എന്ന് പറഞ്ഞത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആക്ച്വലി ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം ദി ടോംബ് ടു ആൻഡ് എൻഡ് ഫ്രം ദി ടോംബ് എന്ന, അതായത് നമ്മളെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി അത് അവസാനിക്കുന്നത് നമ്മുടെ ശവക്കല്ലറ വരെയാണെന്ന് പറയുന്നത്. പഠനം നിരന്തരമായിട്ട് ഈ സർട്ടിഫിക്കറ്റ്സ് നേടുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ലൈഫിലുള്ള മാത്രമല്ല നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ക്വാളിറ്റി വർദ്ധിക്കണം. മനുഷ്യനായിട്ട് മാറുന്നത് ക്വാളിറ്റി വർദ്ധിക്കുമ്പോഴും എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നേടിയെടുക്കും. അതെ അതെ അതെ, ഒരു പരീക്ഷ എഴുതി പാസ്സാവുക എന്നുള്ളതല്ല ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത്. ലൈഫിലുള്ള, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ലൈഫിലുള്ള വിക്ടറി, ലൈഫിലെ വിജയം, അതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം, ലേണിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് റുട്ടീൻ ഉണ്ടാക്കുക, ഒരു ടൈം ടേബിൾ ഫിക്സ് ആക്കുക. സമയം ഇനിയും സമയം കിടക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ സെറ്റ് ചെയ്യുക. അത് അവരുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നിങ്ങളുടെ കയ്യിലാണ് ടൈം ഉള്ളത്, നിങ്ങളുടെ ടൈമിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിന്റെ ഡയറക്ഷൻസ് അതിന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും മെച്യൂർ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മിക്കവാറും ഈ എക്സാമിനേഷനിൽ കൂടുതൽ ടെൻഷനുള്ള കുട്ടികൾ, പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടാത്ത ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നാളെ പരീക്ഷയാണെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഉറക്കം മാറ്റി വെക്കാന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഈ ഉറക്കം മാറ്റി വെക്കുന്നതോടുകൂടി നമ്മൾ മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയാണ്. പിന്നെ ആങ്സൈറ്റി കൂടുകയാണ്. കുട്ടികളുടെ ആങ്സൈറ്റി കൂടും, മെമ്മറി കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ എക്സാമിനേഷൻ ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഏറ്റവും വേണ്ട കാര്യം മെമ്മറി പവറാണ്. ആ മെമ്മറി പവർ നമ്മൾ തലേ ദിവസത്തെ ഉറക്കം കൊണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പരീക്ഷയുടെ തലയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി, എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഉറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പൊ പ്രോപ്പർ ആയിട്ട് അതിനെക്കുറിച്ച് സാറിന് എന്താ ഈ ഉറക്കത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ ഈ
ചാപ്റ്ററുകളൊക്കെ നിരന്തരം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഏതൊരു കുട്ടിക്കും ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിച്ച് മുന്നോട്ട് പോകാനും പറ്റുന്ന സാഹചര്യം പോലുള്ള സിലബസ് സിസ്റ്റങ്ങൾ ഏറ്റവും വളരെ നന്നായിട്ട് മെല്ലെ തിന്നാം മുള്ളും തിന്നാം എന്ന് പറയുന്നത് പോലെ ഏറ്റവും സിമ്പിളായിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം നമ്മുടെ ചാപ്റ്ററുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് ഫോളോ ചെയ്ത് പോയ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം കണ്ടിരിക്കുന്നത് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ സാർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സമയം ഉറക്കം എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് മാത്രം മാറ്റി വെച്ച് എല്ലാം പാടെ കലക്കി കുടിക്കുക എന്ന് പകരം ഇതുപോലെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുട്ടികൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങിയിട്ട് ചില സമയത്ത് ചില വിജയങ്ങളൊക്കെ നേടിയെടുക്കുന്നത് നന്നായിട്ട് ഉറങ്ങിയിട്ടാണ്. തീർച്ചയായിട്ടും ഉറക്കം കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് ഓരോ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും ടൈമിട്ട്. അതേപോലെ തന്നെ എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ സമയം പഠിക്കണം എന്നുള്ള ഉള്ള സമയങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ മെമ്മറി പവർ കൂടുകയാണല്ലോ നമുക്ക് വേണ്ടത്. ഈ ഉറക്കം തലേ ദിവസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വറീഡ് ആവുക ചെയ്യുന്നത്. ആങ്സൈറ്റി കൂടും, മെമ്മറി കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങേണ്ട സമയം പറഞ്ഞത്. എന്നിട്ട് നമ്മൾ അത് ഇപ്പോഴുള്ള സമയങ്ങളിൽ സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സമയം ഇനിയുണ്ട്, ഉള്ള സമയം വെച്ചുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നമ്മൾ പറഞ്ഞു ആ ഒരു കാര്യം നിങ്ങളാണ് അത് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ എക്സാം ടൈം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കുറച്ചുകൂടെ ആങ്സൈറ്റി ടെൻഷനൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് അതിന് സ്യൂട്ടായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് പറയുന്നുണ്ട്. അതായത് ഈ എക്സാം ടൈമിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഹാബിറ്റ്സ്, അതായത് നമുക്ക് ഈ മെമ്മറി പവർ കൂട്ടാനും ബോഡി വീക്ക് ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ സെറാട്ടോണിൻ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ സെറാട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്, അതായത് നമുക്ക് വയറിനൊന്നും പ്രശ്നമില്ലാത്ത അത്തരത്തിലുള്ള സെറാട്ടോണിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണം മെമ്മറി കപ്പാസിറ്റി, ബോഡി എനർജറ്റിക് ആവാൻ വേണ്ടി. അപ്പോൾ ഈ ചോക്ലേറ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, കാരണം നമ്മളെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാൻ പാടില്ല. കാരണം ജലാംശം വേണം, എന്നാലേ നമ്മൾ കുറച്ചും കൂടെ എനർജറ്റിക് ആവുകയുള്ളൂ. തീർച്ചയായിട്ടും ഭക്ഷണം നമ്മുടെ തിങ്കിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്, ചിന്താഗതിയൊക്കെ നമ്മൾ സ്വാധീനിക്കും കറക്റ്റായിട്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഫാസ്റ്റ് ഫുഡിനെ അഡിക്റ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഏറ്റവും നല്ല ഭക്ഷണം, വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നോ എങ്ങനെ കഴിക്കണം എന്നോ ഏത് നേരത്തെ കഴിക്കണം എന്നോ യാതൊരു ഐഡിയ ഇല്ലാതെ എന്തൊക്കെയോ വാരി വരച്ച് അത് മൊബൈലിൽ നോക്കിയിട്ട് പിന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോലും അറിയാതെ എന്തോ വാങ്ങി വരച്ച് കഴിക്കുന്ന ഒരു കടമൊക്കെ കഴിക്കുന്ന ഒരു സാഹചര്യം. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള കോടികളുടെ വിലപിടിപ്പുള്ള സംഗതിയാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിന്റെ വാല്യൂ ഒന്നും മനസ്സിലാക്കാത്തൊരു ഭക്ഷണം പോലും അതിന് ടേസ്റ്റ് അറിയാതെ മൊബൈലിലും മറ്റുള്ള മീഡിയാസിലും നോക്കി നമ്മുടെ സമയം കളഞ്ഞുകൊണ്ട് നമ്മുടെ ഭക്ഷണം എന്തോ വാരി വരച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷിക്കുന്ന ആ സമയത്ത് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട്, കാരണം നമുക്ക് സ്വാദ്യം അറിയാനുള്ളൊരു കഴിവ് വരെ നമുക്ക് തന്നിരിക്കുന്നത് ഉപയോഗപ്പെടുത്താതെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയുള്ള ശരീരം, തീർച്ചയായിട്ടും. അപ്പൊ അതിന് പോയിസൺ ആയി മാറുന്നു.